ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് എഴുതിക്കൊണ്ട് എങ്ങനെ നമുക്ക് മണി ഏൺ ചെയ്യാം എന്നുള്ള ഒരു കാര്യത്തെ പറ്റിയാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഞാൻ ഇന്നൊരു വെബ്സൈറ്റ് പരിചയപ്പെടുത്തി തരാം. വളരെ ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് റൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡിജിറ്റലായിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് റൈറ്റിംഗ് ജോബ്സ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ഫോം ആദ്യം ഫസ്റ്റ് ഓപ്പൺ ആക്കുക. അതിനെ നിങ്ങൾ ട്യൂട്ടർ ചാംപ്സ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. അതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഓപ്പണായി വരുന്നത്. അപ്പോൾ തുറക്കം തന്നെ ആ ഒരു വെബ്സൈറ്റിനെ പറ്റി ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഏൺ ഗുഡ് മണി ബൈ സോൾവിങ് ഹോംവർക്ക് പ്രോബ്ലംസ് എന്ന് വെച്ചാൽ അവർ തരുന്ന വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക, അതേ ഉള്ളൂ അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് വേറൊന്നും നിങ്ങൾ ആലോചിച്ച് കുഴപ്പമാക്കണ്ട. ഓക്കെ, പിന്നെ ഇതിനകത്ത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഹൗ ഇറ്റ് വർക്ക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ രജിസ്ട്രേഷനാണ്. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ട് ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വെബ്സൈറ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറച്ച് ഹോംവർക്ക്സ് ഇങ്ങോട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അത് നമ്മൾ ആൻസർ ചിലപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റുന്ന ആൻസേഴ്സ് ആയിരിക്കില്ല. നിങ്ങൾക്കത് വേണമെങ്കിൽ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ ജസ്റ്റ് ഗൂഗിൾ ക്രോമിലൊക്കെ റെഫർ ചെയ്ത് വേണമെങ്കിൽ അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ ഒന്നെങ്കിൽ ഡിജിറ്റലായിട്ട് ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ എഴുതിയോ നിങ്ങൾ അത് നല്ല രീതിക്ക് കാണുന്ന ക്വാളിറ്റി ആയിട്ട് എഴുതി നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കണം. അതാണ് നിങ്ങളുടെ ജോബ്. പിന്നെ താഴോട്ട് പോകുമ്പോൾ അതിന് ഡെഡ് ലൈൻ ബേസ്ഡ് വർക്കും ലൈവ് സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ സമയത്ത് അക്സെപ്റ്റ് ചെയ്തോ നിങ്ങളുടെ രീതിക്ക് നിങ്ങളുടെ ഒരു ടൈം ലൈൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ അതിനകത്ത് ഫോളോ ചെയ്താൽ മതി. അവർ പ്രഷർ ചെയ്ത് ഒരു പരിപാടി ഇതിനകത്ത് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നില്ല. ഓക്കെ, ഡെഡ് ലൈൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു സമയമാണ് അവർ പറയുന്നത്. അത് നിങ്ങൾ നമ്മളെ രീതിക്ക് എപ്പോൾ തീരുന്നോ അപ്പോൾ നമുക്ക് സബ്മിറ്റ് ചെയ്താൽ മതി. ഒരു പ്രഷറും കാര്യങ്ങളും ഈ ഒരു വെബ്സൈറ്റിനകത്ത് വരുന്നില്ല. താഴെ പോകുമ്പോൾ ടെസ്റ്റിമോണിയൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ കിടപ്പോൾ നമ്മൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ പോലെ. സോ അവിടെ കുറേ പേര് റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് വേണമെങ്കിൽ വായിച്ചു വെക്കാം, വലിയ കാര്യമൊന്നുമില്ല. പിന്നെ താഴത്തെ സെക്ഷനിൽ പോകുമ്പോൾ FAQ സെക്ഷനാണ്. അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് സജസ്റ്റ് ചെയ്ത് ആവശ്യപ്പെടാം. അല്ലാതെ തന്നെ കുറച്ച് ഒരു ബേസിക് ക്വസ്റ്റ്യൻസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട ആൻസേഴ്സും ആ ഒരു FAQ സെക്ഷനകത്തുണ്ട്. എല്ലാം ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. പിന്നെ താഴോട്ട് പോകുമ്പോൾ കോൺടാക്റ്റസ് എന്നൊരു സെക്ഷൻ കാണും. ആ ഒരു വെബ്സൈറ്റിനോട് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും അതിനകത്തുണ്ട്. കോൺടാക്ട് നമ്പർ ആണെങ്കിലും ഇമെയിൽ അഡ്രസ്സ് ആണെങ്കിലും എല്ലാ രീതിക്കുള്ള നമുക്ക് കോൺടാക്ട് ഡീറ്റെയിൽസും അതിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, നമ്മുടെ വർക്ക് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, തരുന്ന സംഭവം നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ഡിജിറ്റലായിട്ട് അത് നല്ല ക്വാളിറ്റി ആയിട്ട് ആ വർക്ക് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. തരുന്ന പ്രോബ്ലംസ് ആയിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് എഴുതാനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് നിങ്ങൾ പറ്റുന്ന രീതിക്ക് നിങ്ങൾ ചെയ്ത് കൊടുക്കുക, ഏൺ ചെയ്യുക. ഈസിയാണ്, ഒരു ഇഷ്യൂ ഇല്ല ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ എടുക്കാമെന്ന് പറയാം. ബൈ ഗൈസ്.